മക്കൾക്ക് ഒരിക്കലും വേർതിരിവ് കാണിക്കുന്ന രീതി അത് മക്കൾക്കിടയിലുണ്ട്, മരുക്കൾക്കിടയിലുണ്ട്. നാളെ ഒരു കുടുംബ പ്രശ്നം സംസാരിക്കാൻ പോയപ്പോൾ ഒരു മരുവോൾ പറഞ്ഞ്, ഉമ്മ കാക്കൻ്റെ ഭാര്യനെയൊക്കെ മോളേന്നാ വിളിക്കുക, ഇന്ന പേരാ വിളിക്കുക. ഉണ്ട്, ചിലന്മാർക്ക് ആ സ്വഭാവം ഉണ്ട്. കാരണം മൂത്തോളെ കെട്ടിക്കൊണ്ടുവന്ന് തറവാട്ടുന്ന ഓളെ വാപ്പയമ്മ ഇടക്കിടക്ക് അയ്യപ്പൻ ചുട്ട് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് മൂത്തോളോട് മോളെ എന്നെ വിളിക്കും, ഇളയോളോ റസീന അങ്ങോട്ട്. അത് മക്കളെ മനസ്സിൽ വേർതിരിവ് ഉണ്ടാക്കുന്നുണ്ട്. മൂത്തോളെ വീട്ടിൽ ഉമ്മ നോമ്പുറക്കാൻ പോകും. കാരണം എന്താ? ഒരു വലിയ തറവാട്ടുകാരാ. ഇളയോൻ കെട്ടിയ വീട്ടിലേക്ക് ഉമ്മ വിളിച്ചാൽ പോലും പോണില്ല. ഉമ്മ അല്ലട്ടോ, ഇനി ഉമ്മൻ തന്നെ പറഞ്ഞു വിചാരിക്കണ്ട, വാപ്പയും പോണില്ല. എന്താ? ആടെന്നും ഉണ്ടാകിയല്ലേ, ഓലെന്തോ അഷ്ടിക്ക് വകല്ലാത്ത ഏറ്റിങ്ങൾ. മക്കളിടയിലും മര്യക്കിടയിലും വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. കൊണ്ടടക്കുന്നിടത്ത് പോലും ഒന്നിനെ അമ്മ കൊണ്ടുപോകുന്നുള്ളൂ. കല്യാണപ്പുരയില് ഇനി പോരിട്ട മോളെ, എന്താ വള കൂട്ടിയാൽ ഓളഷ്ടല്ല. എന്നിട്ട് ആ അമ്മ അവസാന കാലത്ത് പറയാ ഓള് നോക്കണില്ല എന്ന്. നോക്കുവോ? മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്, ഒരു മക്കൾക്കിടയിൽ. കാരണം നിങ്ങൾക്ക് സംരക്ഷണ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മരുക്കളുടെയിലും മക്കളുടെയിലും വേർതിരിവ് കാണിക്കരുത്. സ്വത്ത് എഴുതി വെക്കുന്ന രംഗത്ത് പോലും മാതാപിതാക്കൾ ആ വേർതിരിവ് കാണിക്കുന്നുണ്ട്. മൂത്തോനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഇളയോനെ അല്ലെ പെൺകുട്ടിക്ക് മാത്രം എഴുതി വെക്കും, ആ മക്കൾക്ക് ഒന്നും എഴുതി വെക്കൂല. ചിലർ ആൺമക്കൾക്ക് എഴുതി വെക്കും, പെൺകുട്ടിയെ കൊടുക്കൂല. ചിലർ ഏതെങ്കിലും ഒരുത്തന് മാത്രം അത്യാവശ്യം കണ്ണായ പറമ്പ് അവന്റെ പേരിലേക്ക് അങ്ങ് പറഞ്ഞു വെച്ചേക്കും, ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും അനന്തര സ്വത്തിൽ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുകയും ചെയ്താൽ വഹുവ ഫിന്നാർ, ആ മാതാപിതാക്കൾ നരകത്തിലായിരിക്കും. ഓലെ എത്ര നിസ്കരിച്ചാലും നോമ്പ് പറ്റാലും. അതുകൊണ്ട് മക്കൾക്കിടയിൽ പോലും ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അരികിൽ വന്നൊരു സ്വഹാബി പറഞ്ഞു, റസൂലേ ഞാൻ എൻ്റെ മോക്കൊരൊട്ടകത്തിനെ കൊടുത്തിട്ടോ. നബി ചോദിക്കുക, എനിക്ക് എത്ര മക്കളാ? എനിക്ക് 4 മക്കള്. എത്ര മക്കൾക്ക് അങ്ങ് ഒട്ടകത്തിനെ കൊടുത്ത്? ഞാൻ ഒരു മോക്ക് തിരിച്ചു വാങ്ങിവാ. കൊടുത്ത ദാനം ഇസ്ലാമിൽ തിരിച്ചു വാങ്ങാൻ കൽപ്പിച്ചത് മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചപ്പോഴാണ്. അക്കീക്കറക്കുന്ന രംഗത്ത് റസൂലുള്ള പറഞ്ഞില്ലേ, ഒരു മക്കൾക്ക് അറുത്തിട്ടുണ്ടോ? എല്ലാ മക്കൾക്കും അറക്കണം. എന്നാൽ ആദ്യത്തെ മോൻ അറക്കുന്ന സമയത്ത് നിങ്ങൾ പൈസക്കാരനാ, പിന്നെ നിങ്ങൾ ദരിദ്രനായി, പൈസ ഉള്ള കാലത്ത് അറക്കണം. അത്ര വരെ ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് സംരക്ഷണം കിട്ടണേ, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. അവരൊരുപോലെ കാണണം, ഒരുപോലെ സ്നേഹിക്കണം. മരുക്കൾ ഒരുപോലെ കാണണം, ഒരുപോലെ സ്നേഹിക്കണം. അല്ലാതെ നമ്മളെ വീറും വാശിയും ഈഗോയും അഹങ്കാരവും ഒക്കെ കാണിച്ചിട്ട് അവസാന കാലത്ത് ഇറ്റിങ്ങളൊന്നും എന്നെ നോക്കുന്നില്ല എന്നുള്ള പരാതി പടച്ചോൻ പോലും സ്വീകരിക്കൂല. സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ. അത് മക്കളായാലും ശരി, മരുക്കളാണെങ്കിലും ശരി. അത് കൊടുക്കുന്നിടത്ത് നാവിന്റെ വലിപ്പം കൊണ്ട്, ഞാൻ പറയാറുണ്ട്, കുത്തുവാക്കുകൊണ്ട് മുറിഞ്ഞ മനസ്സേ ഓരോ ഓയിൽമെന്റിനും നന്നാക്കാനാവൂല. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ രാത്രി ഭർത്താവുമായിട്ട് വർത്താനം പറഞ്ഞ് ഇച്ചിരി ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് വെപ്രാളപ്പെട്ട് സൂര്യൻ ഉദിച്ച വെപ്രാളത്തിൽ ഭർത്താവിന്റെ കിടക്കേ നെയ്യുന്നേറ്റ് അടുക്കളയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കുത്തല്. എൻ്റെ നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ ഉച്ചക്കായിക്കില്ല എണീക്കല്, കുത്തൊന്ന്. അവിടെ തുടങ്ങാ പ്രശ്നം. പ്ലേറ്റ് എടുത്തു, കൈമന്ന് വീണുപോയി, വെപ്രാളത്തിൽ പൊട്ടി. കുത്ത് 2. ഓനൊന്നുമായി തന്നില്ലട്ടോ, ഇതൊക്കെ എൻ്റെ ബിയ്യാപ്പിള വാങ്ങി വെച്ചതാ. അവിടെ തുടങ്ങും കുടുംബത്തിന്റെ വേറിറക്കാൻ. പിന്നെന്ത് സമാധാന കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കയറി വരുന്ന ഒരു പെൺകുട്ടി മറ്റൊരു വാപ്പാന്റെ മോളും നിന്റെ മോളെപ്പോലെ വേറൊരു പ്രതീക്ഷയോടുകൂടി കുടുംബത്തിലേക്ക് കയറി വന്നോളുക എന്ന ബോധത്തോടെ അമ്മാരും കയറി ചെല്ലുന്ന വീട്ടിൽ അമ്മാനെ വരച്ച വരയിൽ നിർത്തിയാലേ എല്ലാവരും ശരിയാവുന്നു പഠിപ്പിച്ചോന്റെ മുഖത്ത് നോക്കി സ്നേഹം കൊണ്ട് ആ ഉമ്മാനെ കീഴ്പ്പെടുത്താൻ എനിക്കിൻ്റെ സ്നേഹം മതി എന്ന് ചിന്തിക്കുന്ന മരുക്കൾ ഉണ്ടെങ്കിലേ കുടുംബം നന്നാവും. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നല്ലോണം ഖുർആൻ ക്ലാസ് ഒക്കെ ഉണ്ടാവും, 2 ആൾ മുഖത്തോട് മുഖം നോക്കലും ഇല്ല രൂപമായിരിക്കും. നമ്മളെ കുടുംബം ശരിയാവണേ കുറേ സ്ഥലത്ത് നമ്മൾ മിണ്ടാടക്കേണ്ടി വരും, കുറേ നമ്മൾ ക്ഷമിക്കേണ്ടി വരും. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യനോട് പറയലുണ്ട്, അതിപ്പോൾ ഞാൻ നിങ്ങളോടും പറയാം. ചിലപ്പോൾ എൻ്റെ ഉമ്മാനൊക്കെ മാസത്തിൽ ഒരിക്കൽ വന്നിട്ടായിരിക്കും പെങ്ങളൊന്ന് കുളിപ്പിക്കുകയും നോക്കുകയൊക്കെ ചെയ്യാം. ബാക്കി എല്ലാ ദിവസവും നോക്കുന്ന ആരാ? എൻ്റെ ഓള് തന്നെ. പക്ഷെ ഒരു ദിവസം വന്ന പെങ്ങൾ ഉമ്മ ഒരു മാസം കോപ്പി അടിച്ച് പറയും, ഓള് വന്നീനും ഞാൻ കുളിപ്പിച്ച്, ഞാൻ ഇങ്ങനെയാക്കി, ഇന്ന ഓളാ നോക്കി, ഞാൻ നല്ലോണം കുളിപ്പിച്ച് തന്ന് ഒക്കെ പറയും. അപ്പം എൻ്റെ ഭാര്യ വയ്ക്കും, 29 ദിവസം നോക്കിയതാരാ? ഞാൻ തന്നെ. അൻ്റെ അമ്മ പറയാത്ത? ഞാൻ പറഞ്ഞത് പറയൂല, അത് ഉമ്മാരെ മനസ്സാ, അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ അർത്ഥം ഇങ്ങി ചെയ്യുന്നില്ല എന്നല്ല. കുളിപ്പിച്ചോയ പെങ്ങൾക്കും അറിയാം 29 ദിവസം ഇതിനേക്കാളും ഭംഗിയിൽ ഇങ്ങി നോക്കുന്നുണ്ട്. പക്ഷെ ഉമ്മാർക്ക് പറയാന്നാവുമ്പോൾ ആരേ വരൂ? ഉമ്മാൻ്റെ മോളെ വരൂ. അത് ഇങ്ങനെ സബൂറാക്ക്, എനക്കുള്ളത് പഠിച്ചോൻ തരും. എനക്കുള്ളത് പഠിച്ചോൻ തന്നാൽ പിന്നെ ഇങ്ങനെ അതിൽ ബേജാറാവണ്ട. കാരണം ദുനിയാവിൽ എനിക്ക് ആരും തരൂല. കിട്ടാനുള്ളത് പരലോകത്താണെങ്കിൽ പിന്നെ ദുനിയാവിൽ ആൾക്കാരും വൽപ്പത്തിറങ്ങി നോക്കുകയും വേണ്ട. ആ മനസ്സ് നമുക്കുണ്ടായാൽ കുടുംബറാഹത്താ. ആ കുടുംബത്തിലൊരു സമാധാനമല്ലാതെ എന്തുണ്ടായിട്ടെന്താ?
എത്ര ആളുകൾക്കാണെന്നറിയോ വലിയ പൊരള്, എത്ര ആളുകൾക്കാണെന്നറിയോ ഒരുപാട് സൗന്ദര്യമുള്ളത്. പക്ഷെ മനസ്സമാധാനം മാത്രം പലരെ ജീവിതത്തിലുള്ളത്. ഞാൻ അവസാനിപ്പിക്കുക. ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ മറ്റൊരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. ഈ ദുനിയാവിൽ എനിക്ക് കിട്ടിയ ഒരുപാട് ബന്ധങ്ങൾ, ഞാൻ വാപ്പയായത് കല്യാണം കൊണ്ടാണ്, ഞാനൊരു അളിയനായത് കല്യാണം കൊണ്ടാണ്, ഞാനൊരു മരുവനായത് കല്യാണം കൊണ്ടാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന രക്തബന്ധം കിട്ടിയത് എൻ്റെ വിവാഹം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാ അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ആണുങ്ങളിൽ ഏറ്റവും നല്ലോനാരാ? കപ്പട മീശ, 6 പാക്ക് ബോഡി, 6 ശമ്പളം, പടപട പൊട്ടുന്ന ബുള്ളറ്റ്. ഓനെ നോക്കിയിട്ട് നാട്ടിലെ ചില പെണ്ണുങ്ങൾ അറിയും, എൻ്റെ ഭാഗ്യാട്ടോ അങ്ങനത്തെ ഒരുത്തനെ കിട്ടി, എന്ത് കാണാനെന്ത് രസാന്ന്. ഓളം ഇങ്ങോട്ട് നോക്കിയിട്ട് പറയും, നിങ്ങൾക്ക് അറിയായിട്ടാ മുതലിൻ്റെ സ്വഭാവം, ഒരു 5 പൈസക്കും പറ്റൂല. ആണുങ്ങളിൽ ഏറ്റവും നല്ലോൻ നാട്ടുകാരുടെ ഇടയിൽ വിലയുള്ളവനല്ല, എൻ്റെ വില തീരുമാനിക്കേണ്ട നിങ്ങളല്ല. നിങ്ങൾ എനിക്കൊരു 1 കോടി റുപ്യ വില ഇട്ടാലും ഞാൻ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണുണ്ട്, ഓള് തരുന്നതാ എൻ്റെ വില. നമ്മളെ കൂട്ടത്തിൽ കുറേ ആണുങ്ങളുണ്ട്, നാട്ടിൽ ഭയങ്കര വിലയാ. അളിയാക്കിയായി കൊണ്ടുകിടക്കാൻ, കാരണവരായിട്ട് കൊണ്ടുകിടക്കാൻ, അമ്മോശനായിട്ട് കൊണ്ടുകിടക്കാൻ, അയാളില്ല, നിക്കാഹുമില്ല, നിശ്ചയവുമില്ല, മധ്യസ്ഥവുമില്ല. പക്ഷെ സ്വന്തം പുരയിൽ കെട്ടിയോളെയും മക്കളെയും എടുത്ത് ഒരു 5 നയാ പൈസൻ്റെ വില ഉണ്ടാവില്ല. അപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കുടുംബസംഘം ഇങ്ങനെ നടക്കുമ്പോൾ ചെറുതിങ്ങനെ നിലവിളിക്കുക. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്, ചെറുതെന്തങ്ങനെ നിലവിളിക്കുന്നത്. അപ്പോഴേ കോം വന്ന് ഓളെ കൈമന്ന് കുഞ്ഞനങ്ങോട്ട് വാങ്ങി 2 കുലുക്കൽ കുലുക്കി കളിപ്പിച്ച് അങ്ങനെ പോകുമ്പോൾ മറ്റോൾ അറിയും, ഇഞ്ച മൂപ്പരാണ് എടുക്കൂലട്ടോ, എനിക്ക് ഭാഗ്യമായിട്ടോ അങ്ങനത്തെ ഒരു തന്നെ കിട്ടിയെന്ന്. അപ്പോൾ ഓളം ആ സമയത്തൊന്നും മിണ്ടൂല. രാത്രി വീട്ടിൽ ചെന്നിട്ട് ഓനോട് നിങ്ങൾ ആ കുഞ്ഞനെടുത്ത് പോയില്ലായിനോ, അപ്പം ഇഞ്ചപ്പുറത്ത് ഒത്തിരിക്കുന്നതിന് തീര പറയാ നിങ്ങളെ കിട്ടിയ ഇഞ്ച ഭാഗ്യം. എന്നിട്ട് ഓളെന്നെ ഒന്നും അങ്ങോട്ട് എനിക്കറിയാം, എനിക്കല്ലേ നിങ്ങളെ സ്വഭാവം അറിയാം. അപ്പോൾ ഒരാണിൻ്റെ സ്വഭാവം അവനാൻ്റെ വീട്ടിലെ പെണ്ണാ. ആ പെണ്ണ് എനിക്ക് തരുന്നതാ എൻ്റെ വില. എൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിനും സ്നേഹത്തിനും എൻ്റെ പ്രണയത്തിനും അവകാശം എൻ്റെ ഭാര്യ. കാരണം ഇന്ന വാപ്പാന്ന് വിളിക്കുന്ന 4 മക്കൾക്ക് വേണ്ടി വേദന പൊട്ടിയതവളാണ്. ഇപ്പോഴും ഞാനൊന്ന് കിടന്നോയാൽ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഉണ്ടാവുന്ന ഉറപ്പുള്ളതും അവളാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ചതും സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണ് ഏറ്റവും നല്ല പുരുഷൻ. എൻ്റെ ഓളെ വാപ്പ കൈ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ആ വാപ്പാക്കൊരു സ്വപ്നമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എൻ്റെ മൂത്ത മോക്ക് 9 വയസ്സാണ്. ഞാൻ ഇപ്പോഴും അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഭാര്യനോട് പറയും, പടച്ചോനെ എൻ്റെ മോക്ക് 12 കഴിഞ്ഞു, ഏറിയ 7 കൊല്ലം കൂടി എൻ്റെ മോള് ഇഞ്ചപ്പരുണ്ടാവും, അത് കഴിഞ്ഞാൽ ഞാൻ വേറെ വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടതാണ്. പടച്ചോനെ എൻ്റെ മോള് കയറി ചെല്ലുന്ന വീട്ടിൽ എൻ്റെ മോക്കൊരു സമാധാനം ഉണ്ടായാൽ മതി റബ്ബേനെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ആ പ്രതീക്ഷയിൽ ആ ഓരോ പെൺകുട്ടികളെയും വാപ്പാര് കൈപിടിച്ചിരുന്ന്. ഞാൻ ഈ നിക്കാഹ് നടത്തുമ്പം കൈ പിടിക്കുന്ന വാപ്പാൻ്റെ സീറ്റിലിരുന്ന് വാപ്പാര് കരയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ കരഞ്ഞ്? എന്നോട് പറഞ്ഞു 2 കാര്യം. ഒന്ന്, എൻ്റെ മോള് പോകുക എന്നുള്ള ബേജാറ്. 2, എൻ്റെ മോക്ക് എന്താ പടച്ചോനെ ആ പുരയിലുള്ളത് എന്നുള്ള ബേജാറ്.